So welcome back to Learnino. നമ്മൾ കീം 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കോളേജിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സും ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ സമയത്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മളുടെ TC, അത് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്, ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ TC. അത് ആ TC എന്ന് പറയുന്നത് ഇപ്പം ചിലർക്ക് മാത്രം ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ 1 ഇയർ റിപ്പീറ്റ് ചെയ്തവർക്കും അത് അങ്ങനെ വലിയൊരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ വർഷം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങൾക്ക് TC കിട്ടുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് CCയും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഒരു 1 ഇയർ ഗ്യാപ്പോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊക്കെ വരുന്നവർക്ക് ഇപ്പം ഈ 1 ഇയർ കഴിഞ്ഞത് കൊണ്ട് അത് വാലിഡിറ്റി നഷ്ടപ്പെടും, അങ്ങനെയുള്ള ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതൊരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നും കിട്ടാവുന്നതേ ഉള്ളൂ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഗസറ്റഡ് ഓഫീസറെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ CCയുടെ ഫോമാറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് വെബ്സൈറ്റിലൊക്കെ. അത് എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തത് പിന്നെ പറയുന്ന ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇപ്പോൾ +2ന്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അത് നമ്മൾ അതിന്റെ ഒറിജിനൽ കോപ്പി തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ചില കുട്ടികൾ +2 കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഡിഗ്രിക്ക് മറ്റോ ജോയിൻ ചെയ്തതിൽ നിന്ന് വന്നവരോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിലുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും ഇപ്പോൾ +2 കഴിഞ്ഞ് വന്നവർക്ക് അത് അപ്ലിക്കബിൾ അല്ല, അവർക്ക് അത് ആവശ്യമില്ല. മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നവരാണെങ്കിൽ അവർക്കാണ് ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നത്. പിന്നെ ഒന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇത് എല്ലാവരും തന്നെ എടുക്കേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫോമാറ്റ് നമ്മളുടെ പ്രോസ്പെക്ടസിൽ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ പ്രോസ്പെക്ടസിൽ നിന്നും ആ ഫോമാറ്റ് തന്നെ നിങ്ങൾ എടുക്കണം, അത് മാറിപ്പോകരുത്. എഞ്ചിനീയറിംഗ് കോഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ആ ഭാഗം തന്നെ നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടറെ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത നമ്മൾ ഫീ അടച്ചിട്ടുള്ള റെസിപ്റ്റുകൾ. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും ഫീസ്, ചിലപ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടാവും, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ഫീ അടയ്ക്കുന്നുണ്ടാവും. ഇതിന്റെയൊക്കെ ഫീസ് റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡാറ്റ ഷീറ്റ് ആണ്. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അലോട്ട്മെന്റ് മെമ്മോയുടെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ ഡാറ്റ ഷീറ്റ്. അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന ഡാറ്റ ഷീറ്റ്. അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ചില കുട്ടികൾക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയ അത് തന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ വന്നു. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിലെ അലോട്ട്മെന്റ് മെമ്മോ മാത്രം എടുത്ത് കയ്യിൽ വെക്കും, സെക്കൻഡ് ഫേസ് സെയിം അല്ലേ എന്ന് പറഞ്ഞ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഫൈനൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിലെ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ ഫസ്റ്റ് ഫേസിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിട്ടി, അപ്പൊ പിന്നെ ഇനിയിപ്പോ സെക്കൻഡ് ഫേസിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ, അങ്ങനെയല്ല. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വന്ന് ഉള്ള അലോട്ട്മെന്റ് മെമ്മോ തന്നെ നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം. ഇനി നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിലോ നോട്ടിഫിക്കേഷനിലോ പറഞ്ഞിട്ടുള്ള മറ്റെന്ത് ഡോക്യുമെന്റ്സ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ എല്ലാം തന്നെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോട്ട വഴി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം, ഒന്നും കോപ്പി അല്ല, ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ ഫീസിന്റെ കാര്യമാണ്. നമ്മൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കണ്ടിട്ടുള്ള ഫീസ് നിങ്ങൾ അടയ്ക്കുന്നു. ഇത് കൂടാതെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റ് ഫീസും വരാം. ഇപ്പൊ നമ്മൾ ട്യൂഷൻ ഫീസ് കൂടാതെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതാത് കോളേജുകൾ പറയുന്ന ബാക്കിയുള്ള ഫീസും കൂടെ അടയ്ക്കണം. അപ്പൊ അതിനും കൂടെ തയ്യാറായിട്ട് വേണം നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോലും. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീ അടച്ചു, ഇനി വേറെ ഫീ ഇല്ല എന്ന് വിചാരിക്കരുത്. കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതാത് കോളേജുകളുടെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ഫീസിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ ആ ഫീസും കൂടെ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഫീസും കൂടെ അടയ്ക്കേണ്ടി വരും. അപ്പൊ അതിനും കൂടെ തയ്യാറായിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ എല്ലാം തന്നെ
ഫോട്ടോ കോപ്പീസ് എപ്പോഴും നിങ്ങളുടെ കയ്യിലും കൂടെ വെക്കണം. അതിന്റെ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ കൊണ്ടുപോവുക, ഒപ്പം നിങ്ങളുടെ കയ്യിലും കൂടെ ഒരു കോപ്പി നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി ഓരോ സമയത്തും നമുക്ക് കോളേജിൽ പോയിട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള ഒരു പ്രോസസ്സ് അത്ര എളുപ്പമല്ല. കിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിന് നിൽക്കാതെ സഫീഷ്യന്റ് ആയിട്ടുള്ള കോപ്പീസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ എടുത്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ എല്ലാം തന്നെ ഒരു കോപ്പി എപ്പോഴും, എന്തൊക്കെ കൊടുത്തോ ഏതൊക്കെ കൊടുത്തു എന്നുള്ളതിന്റെ ഒരു കോപ്പി നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ സ്ലിപ്പ് കിട്ടും, അതും നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ ഈ അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് നമുക്ക് ഇത് കഴിഞ്ഞാലും നിങ്ങളുടെ സൈറ്റിൽ ചിലപ്പോൾ കാണില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ പ്രിന്റ് എടുത്ത് തന്നെ സൂക്ഷിക്കണം. പലപ്പോഴും ഇതൊക്കെ വിട്ടുപോകുന്ന കാര്യമാണ്, നമ്മൾ നോക്കും കിട്ടി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനെല്ലാം പ്രൂഫ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ കയ്യിൽ വെക്കുക. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ഡോക്യുമെന്റ്സിൽ നിങ്ങൾക്ക് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കോളേജിന്റെ വെബ്സൈറ്റിൽ തന്നെ അതിന്റെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. എനിവേ നമ്മുടെ കയ്യിൽ ആ ഫോട്ടോ കൂടെ നമ്മൾ കരുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുപോവുക, ബാലൻസ് ഫീ, അതായത് കോളേജിൽ നമുക്ക് ഫീ അടക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ സിഇയിൽ ഫീ അടച്ചു, ഓൺലൈൻ ആയിട്ടുള്ള ഫീ അടച്ചു, ഇനി വേറെ ഫീസ് ഒന്നും നമുക്ക് അഡ്മിഷന് വേണ്ടി വേണ്ട എന്നില്ല. ബാക്കിയുള്ള ഫീസ് നമ്മൾ കോളേജിൽ അടക്കേണ്ടി വരും. അപ്പൊ ആ ഫീസ് അടയ്ക്കാനും കൂടെ നമ്മൾ റെഡി ആവുക. എല്ലാ ഡോക്യുമെന്റ്സിന്റെയും നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആവശ്യത്തിനുള്ള നമ്മുടെ ഫോട്ടോ നമ്മൾ കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.